Hi friends, welcome back to my YouTube channel. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞു മെമ്പർ വന്നതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ എടുത്തു വെച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് ഞാൻ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. ഞാൻ ഇതിന് മുന്നേ പല ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടാം, അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനമായിട്ട് ലിങ്ക് ഇടാം. ഒന്ന് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയാം. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ഉണ്ണിയപ്പത്തിനേക്കാൾ എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമായിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നുറുക്ക് ഗോതമ്പ് വീട്ടിലുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇത് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഞാനിത് രാവിലെ കുതിർത്താൻ വെച്ചിട്ട് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാൻ പാകത്തിനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അപ്പം തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ ആദ്യം ഇത് നന്നായിട്ട് കഴുകി വാഷ് ചെയ്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ പച്ചവെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ വാഷ് ചെയ്തിട്ടില്ല. ഞാൻ കുതിർത്താനായിട്ട് നേരെ വെച്ചേക്കുവാണ്. ഇനി നമുക്ക് മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് അവൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അവൽ കുതിർന്ന് വരാൻ സമയം അധികം വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നുറുക്ക് ഗോതമ്പും കുതിർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ കുതിരാനായിട്ട് മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ ഏകദേശം ഞാനൊരു വൈകുന്നേരം ടൈമിലൊക്കെയാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ശർക്കര ഉരുക്കിയെടുക്കലാണ്. അപ്പോൾ അത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര എടുക്കുക. ഞാനൊരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല മധുരം തന്നെ വേണം. അപ്പോൾ അത് മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര എടുത്ത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ശർക്കരയിൽ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഉരുക്കിയെടുത്തത് നന്നായിട്ട് അരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അതിൽ അഴുക്കൊക്കെ പോകാനായിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു ചെറിയ ചീനച്ചട്ടി എടുക്കാം. അതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല. നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ആദ്യം തന്നെ കുതിർത്തി വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ശർക്കരപ്പാനി ആട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാത്തത്. അതുപോലെ തന്നെ നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അവലും കൂടെയും ചേർത്ത് കൊടുക്കാം. 2 ചെറുപഴം കൂടെയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മിക്സർ ജാറിൽ അടിച്ചെടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ മുഴുവനായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് 1 സ്പൂൺ നല്ല ജീരകം, അതുപോലെ തന്നെ 1 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഒരുപാട് ആവരുത്. നുറുക്ക് ഗോതമ്പിലും അതുപോലെ തന്നെ അവലിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശർക്കരപ്പാനി ഒരുപാട് ഒഴിക്കരുതെന്ന് പറഞ്ഞത്. ഒരുപാട് ലൂസായി പോകും. നമുക്ക് അത്യാവശ്യം തിക്കിന് നമുക്ക് കിട്ടണം. ദോശയുടെയൊക്കെ ഒരു ബാറ്ററിൽ നമുക്കത് കിട്ടണം. അപ്പോൾ ഞാൻ ഏകദേശം നമ്മൾ എടുത്തിട്ടുള്ള നുറുക്ക് ഗോതമ്പിൻ്റെ ഒപ്പം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുള്ള മിക്സ് ഞാനൊരു ബൗളിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മിക്സിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറുത്ത എള്ളും ചേർത്ത് കൊടുക്കാം കേട്ടോ. കറുത്ത എള്ളിൻ്റെയും തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ അളവ് നമ്മൾ എത്രയും കൂട്ടുന്നോ അത്രയും ടേസ്റ്റ് നമ്മുടെ ഉണ്ണിയപ്പത്തിന് കിട്ടും. അപ്പോൾ ഞാനിവിടെ കറുത്ത എള്ള് 1 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തത്. കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ നമുക്കത് സോഡാപ്പൊടിയുടെ ആവശ്യമില്ല കേട്ടോ, കാരണം നമ്മൾ പഴം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത്, പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയോ മൈദയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഭയങ്കര ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ ഗോതമ്പ് പൊടി എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം പാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഓയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു മുക്കാൽ ഭാഗോളം നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ വീർത്ത് വരുന്നതുകൊണ്ട് തന്നെ മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് വീർത്ത് വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒഴിക്കണ സമയത്ത് ഹൈ ഫ്ലെയിമിലും, അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കുറച്ച് വെക്കണം. നമ്മളതുപോലെ ഉണ്ണിയപ്പം എടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കരുത്, ഒരുപാട് എണ്ണ കുടിക്കും. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഉണ്ണിയപ്പം എടുക്കണം. അപ്പോൾ ഞാൻ ഒരു റൗണ്ട് ചുട്ടെടുത്തു. ഞാനിത് അടുത്ത റൗണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് കൊണ്ട് തന്നെ, കപ്പെന്ന് ഉദ്ദേശിക്കുന്ന മെഷർമെൻറ്റ് കപ്പാണ്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് നുറുക്ക് ഗോതമ്പ് വേഗം കുതിർന്നും കിട്ടും. അതുപോലെ തന്നെ സോഡാപ്പൊടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നുറുക്ക് ഗോതമ്പ് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.